നമസ്കാരം സുഹൃത്തുക്കളെ. You belong to nobody. You do not belong to anybody except yourself. രാഹുൽ ഗാന്ധിയുടെ പൂനെയിലെ ജൻസി വിദ്യാർത്ഥിനികളുമായുള്ള റാലി മോദിയുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയടിച്ചു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല. കഴിഞ്ഞ കുറേ മാസങ്ങളായി മോദിക്ക് ശനിദശയായിരുന്നെങ്കിൽ ഇതോടുകൂടി മോദിയുടെ കരിയർ പരിപൂർണമായി അവസാനിച്ചിരിക്കുകയാണ്. അതുപോലെ ഇവിടെ കണ്ട വ്യത്യസ്തമായ ഒരു കാര്യം, വിദ്യാർത്ഥിനികൾ തങ്ങളുടെ ഫോണിൽ ഓരോ മെസ്സേജുകൾ എഴുതി ഉയർത്തി കാണിക്കുന്നതായിരുന്നു. രാഹുൽ ഗാന്ധി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വിദ്യാർത്ഥിനികൾ ഒന്നടങ്കം രാഹുൽ രാഹുൽ എന്ന് മുദ്രാവാക്യം മുഴക്കിയപ്പോൾ അദ്ദേഹത്തിന് ഏതാനും നിമിഷം സംസാരിക്കാൻ പറ്റാതെ വന്നു. Thank you for this wonderful welcome in Pune. Today, എത്ര വലിയ ആവേശമാണ് ഇന്ത്യയിലെ ജൻസി വിദ്യാർത്ഥിനികളിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ഈ റാലി പരാജയപ്പെടുത്താൻ മഹാരാഷ്ട്ര സർക്കാർ നേരിട്ടിറങ്ങി. ഒരാഴ്ചത്തേക്ക് അവർ അവിടെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. 5-ൽ കൂടുതൽ പേർ ഒത്തുകൂടാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വിദ്യാർത്ഥിനികളുടെ ഹോസ്റ്റലുകളിലേക്ക് സംഘ്യ ഗുണ്ടകളെ അയച്ച് അവർ ഈ പരിപാടിക്ക് വരുന്നത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും കവിച്ചുവെച്ച് അവിടെ എത്തിയ വിദ്യാർത്ഥിനികളുടെ നമ്പർ എല്ലാ റെക്കോർഡുകളും തകർക്കുന്നതായിരുന്നു. ഇവിടെ രാഹുൽ ഗാന്ധി വിദ്യാർത്ഥിനികൾ ദൈനംദിന ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് അവരുമായി സംവദിച്ചത്. വെറുതെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, മറിച്ച് വിദ്യാർത്ഥിനികളെ സ്റ്റേജിൽ വിളിച്ചു വരുത്തി അവരുടെ പ്രശ്നങ്ങൾ അവരിൽ നിന്ന് നേരിട്ട് കേട്ട് മനസ്സിലാക്കുകയാണ് ചെയ്തത്. ഇന്ത്യയിലെ ഓരോ വിദ്യാർത്ഥിനികളും പരിപൂർണമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഈ പരിപാടിയുടെ പൂർണ്ണ വീഡിയോ ഞാൻ തന്നെ 2 പ്രാവശ്യം കണ്ടു. വെറുതെ പറയുന്നതല്ല, അത്രയ്ക്ക് മികച്ച് കൃത്യമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ നടന്നത്. നിങ്ങൾ കഴിയുന്ന എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഇത് ഷെയർ ചെയ്ത് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിന് പരമാവധി ശ്രമിക്കണം. ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ പൂനെയിലെ പരിപാടിയാണ് കാണേണ്ടത്. ഇതിൻ്റെ മുഴുവൻ ഭാഗവും പല എപ്പിസോഡുകളായി നാളെയോടെ ഈ ചാനലിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. എല്ലാ ഭാഗവും അല്പം പോലും വിടാതെ എല്ലാവരും, പ്രത്യേകിച്ച് വനിതകളും വിദ്യാർത്ഥിനികളും കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്തുമാത്രം വിദ്യാർത്ഥിനികളാണ് ഇവിടെ എത്തിയത് എന്ന് കണ്ടോ? एक कल्चरल शॉक है कि हमारी बेटियां इस प्रकार की भाषा कैसे बोल सकती हैं. സീറ്റിട്ട് ഇരിക്കുകയല്ല, മറിച്ച് എല്ലാവരും സൂചി കുത്താൻ ഇടയില്ലാത്ത വിധം നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു റോക്ക് കൺസേർട്ട് പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഒരു സൂപ്പർ സ്റ്റാർ എന്ന പോലെ അദ്ദേഹം മൈക്കുമായി വേദിയിലേക്ക് കയറി വരുന്ന ആ രംഗം ഒന്ന് കാണേണ്ടതാണ്. hello, is it working? It's on. Sir, हमारी आवाज के आगे माइक नहीं चल पाएगा. We love you too much. Make some noise. നിയന്ത്രിക്കാനാവാത്ത വിധം ഉച്ചത്തിലാണ് എല്ലാവരും ശബ്ദം മുഴക്കുന്നത് എന്ന് കേട്ടല്ലോ. ഇനി അദ്ദേഹം സംസാരിച്ചു തുടങ്ങുമ്പോൾ സംഭവിക്കുന്നത് കണ്ടുകൊള്ളൂ. Thank you for this wonderful welcome in Pune. Today,
എല്ലാ വിദ്യാർത്ഥിനികളും ആവേശത്തോടെയാണ് രാഹുൽ രാഹുൽ എന്ന് ഉച്ചത്തിൽ വിളിച്ചു കൂകുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ വ്യക്തമായി കാണാം അവിടെയുള്ള 100% വിദ്യാർത്ഥിനികളും ഇങ്ങനെ രാഹുൽ രാഹുൽ എന്ന് വിളിക്കുന്നുണ്ടെന്ന്. ഇനി അദ്ദേഹം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. പരിപൂർണമായി അത് കേട്ടില്ലെങ്കിൽ വലിയ നഷ്ടമാവും. Today, I came to Pune not to give you a lecture, not to tell you what I think, not to talk politics to you, but more to allow you to express yourself, to say what you feel, to say what you think. And what I have done is I have put a little framework, some ideas to allow you to think, express yourself, and we'll discuss some of these ideas with young ladies from the crowd this evening. So I'd like to first of all start by welcoming everybody. और पहली बार शायद मुझे बॉयज कम दिख रहे हैं या दिख ही नहीं रहे हैं और लड़कियां दिख रही हैं. The idea behind this evening is, as is written over there, break the cage. I'd first like to remind you of one thing. Can I do that? Now, all of you in your lives must have been told many things, nice things, bad things. Many of you must have felt scared. You feel scared sometimes on the street. You do. But I want you to remember one thing. If there's one thing that you remember from this evening, it is this: that every single one of you is unique in this universe. If I was to look for any one of you, I will not be able to find a replica of that person. You are unique, you are special, you are individual, and you have your own dream, your own vision for your life. Am I right or am I wrong? I'm right. Many times people ask me, what is India's biggest strength? And you get many answers when you ask this question. Somebody will say our economy, somebody will say our military, somebody will say our medical system, somebody might even say our people. But I am very clear on what is India's biggest strength, our biggest asset. And that strength is 70 crore unique journeys, unique imaginations, unique dreams that the women of India are living. Somebody might say to me, well, there are 70 crore men. How do you say that 70 crore women are more important? What is your logic? My logic is the following. Women are by nature more sensitive, more gentle, more compassionate, and more forward-looking than men. And that is why I believe fundamentally that India's women, young, old, are India's biggest asset. Now, एक प्रॉब्लम है, बहुत बड़ी प्रॉब्लम है. प्रॉब्लम क्या है? प्रॉब्लम है कि whenever I speak to a man, women are put in 3 boxes. You are either seen as a daughter, as a wife, or as a mother. Now, there is nothing wrong with being seen as a wife, daughter, or mother. Nothing wrong with it. But this cannot be your only identity. It cannot be that we have brilliant women who are doing completely fascinating and different things, who are professionals, who are sportswomen, who do multiple different things, and then the only identity that they are given by our men is these 3. And notice that every single one of those identities has a relationship with a man. So you are either a mother or a wife or a daughter. And I'd like to quote over here the Manusmriti, which says clearly, in childhood, a female must be subject to her father. Meaning, the Manusmriti says, in childhood, a female belongs to her father. In youth, she belongs to her husband. When her lord is dead, she belongs to her sons. A woman must never be independent. This is a direct quote from the Manusmriti. And these words
are a shame, because these words should never ever have been spoken. The most, hello, how are you? Hello. The biggest strength of this country is the fact that our women should be independent, should stand for themselves, should believe in themselves. You belong to nobody. You do not belong to anybody except yourself. You have a relationship with your father. You have a relationship with your brother. You have a relationship with your husband. You have a relationship with your son. But you do not belong to them. You belong to yourself. സോഷ്യൽ മീഡിയയിലെല്ലാം ഇദ്ദേഹത്തിന്റെ പൂനെയിലെ ഈ പരിപാടി മില്യൺ കണക്കിന് വ്യൂകളുമായി കുതിക്കുകയാണ്. ഇന്ത്യയിലെ ജെൻസി ഒന്നടങ്കം രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ നിൽക്കുകയാണ് എന്ന് 100% വ്യക്തമാണ്. വിദ്യാഭ്യാസമുള്ള വിവേകമുള്ള ജെൻസി. ഇതോടെ മോദിയുടെ കരിയർ അദ്ദേഹം പരിപൂർണമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അതും പൂർണ്ണമായി കാണാൻ മറക്കരുത്. വളരെയധികം അതിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇങ്ങനെയൊരു നേതാവ് നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് ഇന്ത്യക്കാരുടെ ഭാഗ്യമാണ്. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?